പ്രത്യേകിച്ച് വി എസ് എന്ന് പറയുമ്പോൾ കോഴിക്കോടെ ഓട്ടോ തൊഴിലാളികൾക്കും വി എസ് ഏറെ പ്രിയങ്കരനാണ്. ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിലാണുള്ളത്. ഈ വി എസിനെ എങ്ങനെ ഓട്ടോ തൊഴിലാളികൾ ഓർമ്മിക്കുന്നു എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. സഖാവ് വി എസ് വിടവാങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും ജനകീയനായൊരു നേതാവും കൂടിയാണ്. എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഒരു കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ വിലയിരുത്തുന്നു. പിന്നെ അദ്ദേഹത്തെ പോലെ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം നല്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നല്ല ഉപകാരങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ മേഖലയിൽ തന്നെ അയാൾക്ക് നല്ല ഞങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചു തരാനൊക്കെ അയാൾ മുൻകൈ എടുത്ത് നിന്ന ആളായിരുന്നു വി എസ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇതുപോലുള്ള നേതാക്കൾ അടുത്തിടെ വിയോഗം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. വി എസിനെ പോലെ ആ ഒരു സാഹചര്യം വല്ലാത്തൊരു വേദനയാണ്. വേദന തന്നെയാണ്, അത് തീരാ നഷ്ടം തന്നെയാണ്. ഏതൊരു ഇങ്ങനത്തെ ഒരു നേതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം തന്നെയാണ്. ഇവിടെ മറ്റ് ഓട്ടോ തൊഴിലാളികളുണ്ട്. എങ്ങനെയാണ് വി എസിനെ ഓർമ്മിക്കുന്നത്? വി എസിനെന്ന് പറഞ്ഞാൽ വി എസ് ഒരു നല്ലൊരു കേരളത്തിന് നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നല്ലൊരു നേതാവ് കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ വളരെയധികം ദുഃഖമുണ്ട്. കേരള ഗവൺമെൻറ് സാധാരണ എല്ലാവരും മരിച്ചാൽ ലീവ് കൊടുക്കണ്ടേ, വി എസ് മരിച്ചിട്ട് ലീവ് കാണുന്നില്ല. എന്താണെന്നറിയില്ല. ഇതിനെ പറ്റിയിട്ട് വളരെ ഖേദം എനിക്ക് ഉണ്ട് ആ കാര്യത്തിൽ. ലീവ് കൊടുക്കാത്ത കാര്യം. ഒരു അവധി ഉണ്ടോ? അല്ല, പേപ്പറിലൊക്കെ ഇല്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചത് ഒരു അവധിയാണില്ല. വളരെ സന്തോഷമുണ്ട്. അതിൽ വളരെ സന്തോഷം. പൊതു അവധിയായി പ്രഖ്യാപിച്ചതിൽ വളരെ സന്തോഷം. വി എസ് അത്രയും പ്രിയപ്പെട്ട നേതാവാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ മറ്റ് ഓട്ടോ തൊഴിലാളി വി എസിനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? വി എസ് ഒരു നല്ലൊരു നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ട് ജീവിച്ച് വളർന്നൊരു മനുഷ്യനാണ്. ഇന്നും സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജനങ്ങൾ ഇപ്പോഴും, അതാണല്ലോ നമ്മൾ ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത്. അത്രയും ജനങ്ങളുടെ ഒരു അഖിലേന്ത്യാ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ഹൃദയം തൊട്ടല്ലേ? പട്ടിണി മാറ്റിയൊരു നേതാവാണ് അദ്ദേഹം. ഓക്കെ. മറ്റ് ഓട്ടോ തൊഴിലാളികൾ വി എസിനെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഏട്ടാ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ അല്ലെങ്കിൽ ഒരു മുൻ മുഖ്യമന്ത്രിയെ ഒരു ഓട്ടോ തൊഴിലാളി എന്ന രീതിയിൽ ഓർമ്മിക്കുന്നു? റിയാസ്, മടങ്ങിയെത്താം. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. അങ്ങാണ് എന്ന് ചോദിച്ച് അങ്ങാണ് എന്താണ്